നമസ്കാരം. ഞായറാഴ്ച അഭയാർത്ഥി കൂടാരത്തിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്കു പിന്നാലെ ഇന്നലെ പടിഞ്ഞാറൻ റഫയിലെ മറ്റൊരു കൂടാരത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 21 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ടാങ്കുകളും മെഷീൻ ഗണ്ണുകളേന്തിയ കവചിത വാഹനങ്ങളും റഫ നഗരമധ്യത്തിലെത്തി. 3 ആഴ്ചയ്ക്കിടെ റഫയിൽ നിന്ന് പലായനം ചെയ്ത പലസ്തീൻകാരുടെ എണ്ണം 10 ലക്ഷമായെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു. പടിഞ്ഞാറൻ റഫയിലെ സുറൂബ് കുന്നിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ വെടിവയ്പ് നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. 24 മണിക്കൂറിനിടെ ഗാസയിലെങ്ങും 46 പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾ ഇന്നലെ പലസ്തീന് രാഷ്ട്ര പദവി ഔദ്യോഗികമായി അംഗീകരിച്ചു. അതേസമയം തെക്കൻ ഗാസയിൽ റഫ നഗരത്തിലെ അഭയാർത്ഥി കൂടാരത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിലും തുടർന്നുണ്ടായ വൻ തീപിടുത്തത്തിലും കൊല്ലപ്പെട്ട പലസ്തീൻകാർ 45ആയി. ഇതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. 249 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഇസ്രായേൽ അതിക്രമത്തിനെതിരെ ലോകമെങ്ങും പ്രതിഷേധമുയരവേ റഫയിലേത് ദാരുണമായ പിഴവാണെന്നും അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ആക്രമണം നിർത്തണം എന്ന UN ലോക കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ മാനിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടു. ഞായറാഴ്ച രാത്രി റഫയ്ക്ക് തെക്ക് പടിഞ്ഞാറ് തലാസ് സുൽത്താൻ അഭയാർത്ഥി ക്യാമ്പിൽ അന്തേവാസികൾ ഉറങ്ങാൻ പോകുന്ന നേരമാണ് ബോംബാക്രമണം ഉണ്ടായത്. പിന്നാലെ കൂടാരങ്ങളിലേക്ക് തീ പടർന്നു. കത്തിയമർന്ന കൂടാരങ്ങളുടെയും മൃതദേഹങ്ങളുടെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. വടക്കൻ ഗാസയിലെ ജബാലിയ, മധ്യ ഗാസയിലെ അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പുകളിലും ആക്രമണം തുടർന്നു. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണമെന്നും ഹമാസിന്റെ 2 സീനിയർ കമാൻഡർമാരെ വധിച്ചെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലെ ഹമാസ് കമാൻഡർ യാസീൻ റാബിയ, മുതിർന്ന നേതാവ് ഖാലിദ് നാഗർ എന്നിവരെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് സൂചന. ഇക്കാര്യം ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. വെന്തുമരിച്ച കുഞ്ഞുങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും ഉടൻ വെടിനിർത്തണമെന്നും യൂണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ ഫ്രാൻസ്, മെക്സിക്കോ, UAE തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചു. അതിനിടെ ഇന്ത്യൻ സമുദ്രത്തിൽ 3 കപ്പലുകൾക്കും ചെങ്കടലിൽ 2 US യുദ്ധക്കപ്പലുകൾക്കും നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് യമനിലെ ഹൂതികൾ പറഞ്ഞു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം തുടർന്നു വരുന്ന സാമ്രാജ്യത്വ അതിക്രമങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റഫയിൽ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകളിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബാക്രമണത്തിൽ 45ഓളം ജീവനുകൾ പൊലിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഫയിൽ അതിക്രമം നിർത്തണം എന്ന രാജ്യാന്തര നീതിന്യായ കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇസ്രായേൽ നടത്തിവരുന്ന അതിക്രമങ്ങളിൽ ഇതുവരെ 36,000-ലേറെ പേർ കൊല്ലപ്പെടുകയുണ്ടായി. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ നടന്നുവരുന്ന ഈ അധിനിവേശത്തിനെതിരെ ലോകമെങ്ങും വലിയ പ്രതിഷേധങ്ങൾ നടന്നുവരികയാണ്. എന്നാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് സൈനികാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഈ ഭീകരതയ്ക്കെതിരെ ലോകമെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളും സമാധാന പ്രേമികളും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗാസയിലെ ജനതയ്ക്ക് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമൊരുക്കണം. സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശ താൽപര്യങ്ങൾക്കായി പലസ്തീൻ ജനതയെ അടിച്ചമർത്താനും മേഖലയെ സൈനികവൽക്കരിക്കാനുമുള്ള പുതിയ നീക്കങ്ങളെ പരാജയപ്പെടുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.